എല്ലാവർക്കും ഷെഫ്സ് കോർണറിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ റെസിപ്പിയാണ്. ചെമ്മീൻ ഗീ റോസ്റ്റ്. ഇതൊരു മാംഗ്ലൂരിയൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ഈ ബെൽ ബട്ടണിലൊന്ന് നോക്കിയിട്ടൊന്ന് ഓളാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള 1 കിലോനോളം ചെമ്മീനുണ്ട്. അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണ ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ടായി വന്ന് അതിൽ കടന്ന് വെന്തോളും. നല്ലോണം ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു പാന് ചൂടാക്കാൻ വെക്കുക. അതിലേക്കൊരു 8-10 കാശ്മീരി ചില്ലി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ പിരിയം മുളക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് മല്ലി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം. അപ്പോൾ അതിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം ചെറിയ ജീരകം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ചെറിയ ജീരകം ഉള്ളവർ അങ്ങനെ ജീരകം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഉണക്കമുളക്, അതും ഒരു 8-10 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് പൗഡറാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി മിക്സിയിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് പൊടിച്ചെടുത്തതിന് ശേഷം അത് മുഴുവനായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ ഏകദേശം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല വലിഞ്ഞ് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ സവാള, അല്ലെങ്കിൽ മീഡിയം സൈസിലാണെങ്കിൽ 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്ത മസാല ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം തൈര് ചേർക്കുന്നുണ്ട്. അത് പുളിക്കനുസരിച്ച് അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. നല്ല പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറക്കാം. അപ്പോൾ ഇതിലേക്ക് തക്കാളിയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ അതിന് പകരമാണ് തൈരാണ് ഇതിലേക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ മസാലയിൽ നല്ല സ്പൈസിയും ഈ തൈരിൻ്റെ പുളിയൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാല ആയിട്ടുണ്ടത്. നെയ്യിലൊക്കെ കടന്ന് വെന്ത് നല്ല സ്മെല്ലൊക്കെയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് വരിക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുമായിട്ട് നന്നായിട്ട് അത് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വെളുത്തുള്ളി, ഇഞ്ചിയും തൈരും കറിവേപ്പിലയും എല്ലാം കൂടിയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ആ മസാലയൊക്കെ ഇപ്പോൾ ആ ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എത്രത്തോളം ഡ്രൈ ആവണം റോസ്റ്റ് വെച്ചാൽ അത്രയും സമയം നമ്മളിതൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. നെയ്യിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് നല്ലൊരു സ്മെല്ലാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റും ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.
അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.